യാത്ര എന്നത് നമുക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. ഒറ്റയ്ക്കോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലിയായിട്ടോ ഒക്കെ നമ്മൾ ട്രിപ്പുകൾ പോകാറുണ്ട്. എന്നാൽ നമ്മളൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ, സോളോ ട്രിപ്പുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ട്രിപ്പുകളോ ഒക്കെ ഫാമിലി ട്രിപ്പ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവും. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത് കൊണ്ടാവാം. എന്തായാലും നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ഈ ട്രിപ്പുകളൊക്കെ കുറയ്ക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വനിതാരത്നം, അങ്ങനെ തന്നെ പറയാം, ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ്. വിൻഡ് ഇൻ മൈ ഹെയർ എന്ന ട്രാവൽ ബ്ലോഗിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെയും എല്ലാമായ ഡോക്ടർ മിത്ര സതീഷ്. വെൽക്കം മാം. താങ്ക് യു ആർ ജെ ആമി. റേഡിയോ ടോക്കിയുടെ ഈ ഷോയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ആയുർവേദ ഡോക്ടർ, ഒരു ഗവൺമെൻറ് കോളേജ് ലെക്ചറർ, ഒരു അടിപൊളി ബേക്കിംഗ് ക്വീൻ, ഒരു ഫോട്ടോഗ്രാഫർ, ഒരു സോളോ ട്രാവലർ, ഒരു യൂട്യൂബർ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ആളാണ് നമ്മുടെ ഡോക്ടർ മിത്ര സതീഷ്, അല്ലേ മാം? അപ്പോൾ ഈ പറഞ്ഞ ടൈറ്റിലൊക്കെ മേഡത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ മേഡത്തിന് ഏറ്റവും സ്യൂട്ടായിട്ട് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഏത് ടൈറ്റിലായിരിക്കും മാഡം? ആമി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്രയും വിശേഷണങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ലേബൽ എന്ന് പറയുന്നത് ഒരു അധ്യാപിക എന്നുള്ളതാണ്. വളരെ ചെറുപ്പം തൊട്ടേ അധ്യാപികയാകണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം എനിക്ക് തോന്നുന്നു അത് എനിക്കറിയാവുന്ന നോളജ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നിയതുകൊണ്ടായിരിക്കാം എനിക്ക് അതിനോട് ഇത്രയും താല്പര്യം തോന്നിയത്. പിന്നെ യാത്രകൾ എനിക്ക് ഹരമാണ്. എൻ്റെ പാഷൻ ട്രാവലാണ്. അപ്പം ആ ട്രാവലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സീക്ക് ചെയ്യുന്നതും കുറേ ഇൻഫർമേഷൻ, പുതിയ കാര്യങ്ങൾ, പുതിയ ആൾക്കാർ, അവരുടെ കൾച്ചർ, അവരുടെ ജീവിത രീതി, അവർ കഴിക്കുന്ന ഫുഡ്, അവർ താമസിക്കുന്ന സാഹചര്യങ്ങൾ, അവരുടെ അതിജീവനത്തിൻ്റെ പാഠങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും യാത്രകളിൽ തേടി പോകുന്നത്. അപ്പം ഈ അറിവ് കിട്ടിക്കഴിയുമ്പം പിന്നെ അത് ഷെയർ ചെയ്യാനായിട്ട്, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഒന്ന് എഴുത്തും ഒന്ന് വീഡിയോസുമാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ബ്ലോഗ് ചെയ്യുന്നതും ട്രാവലോഗ്സ് എഴുതുന്നതും പിന്നെ വളരെ ചുരുക്കം വീഡിയോസും ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ടൈറ്റിൽ അധ്യാപിക എന്നുള്ളതും യാത്രിക എന്നുള്ളതുമാണ്. പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബ്ലോഗ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു പാഷൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ മാം ഒത്തിരി ആ ബ്ലോഗുകൾ പലതും സോളോ ട്രിപ്പുകളുണ്ട്, ഗ്രൂപ്പ് ട്രിപ്പുകളുണ്ട്. ഇതിൽ മാം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് സോളോ ട്രിപ്പുകളാണോ അതോ ഗ്രൂപ്പ് ട്രിപ്പുകളാണോ? എനിക്ക് രണ്ട് തരം യാത്രകളും ഇഷ്ടമാണ്. സോളോയും ഇഷ്ടമാണ്, ഗ്രൂപ്പും ഇഷ്ടമാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ അങ്ങനെ ഒരുപാട് പേരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അതൊരു വേറൊരു ഫീലാണ്. കാരണം ചിരിച്ചും കളിച്ചും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി ഒക്കെ ഉള്ള ഒരു യാത്ര. പിന്നെ സോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ കൂടുതലും സോളോയാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ യാത്രയിൽ ഇൻവോൾവ് ആയിരിക്കും. നമ്മൾ പലപ്പോഴും ഗ്രൂപ്പിൽ പോകുമ്പം നമ്മൾ പലരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കേണ്ടി വരും. ഇപ്പം നമ്മളെവിടെയെങ്കിലും പോകുന്നു, അവിടെ ചിലപ്പോൾ രാവിലെ സൺറൈസ് കാണണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ട്രാവൽ ചെയ്താലായിരിക്കും ഒരു സൺറൈസ് കാണാൻ പറ്റുക. അപ്പോൾ ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്ക് എപ്പോഴും അത് പോസിബിൾ ആവണം എന്നില്ല. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് ഒരു സോളോ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. നമുക്ക് എന്ത് ടൈപ്പ് ഫുഡും എവിടെയും പോയി കഴിക്കാനുള്ള. പക്ഷേ ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ ഒരു പൾസൂടെ നോക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പം എല്ലാവർക്കും ഈ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്നത് താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരുപാട് കോംപ്രമൈസസ് നമ്മൾ ഗ്രൂപ്പ് ട്രിപ്പിൽ നടത്തേണ്ടി വരും. പക്ഷേ സോളോ ആകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം നമുക്ക് സോളോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മ്യൂസിയംസ്, ഹിസ്റ്ററി. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി അറിയാനും അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ, അവരുടെ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും താല്പര്യം കാണണം എന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സോളോയാണ് ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നത്. കുറേ കൂടെ എനിക്ക് ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നുന്ന ട്രാവൽസ് എപ്പോഴും സോളോ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതെ, മാം ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ളതിൽ മാമിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ മാം ഇനിയൊരു ചാൻസ് കിട്ടിയാൽ ഒരിക്കൽ കൂടി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാമോ? പോയ സ്ഥലങ്ങളിൽ വീണ്ടും പോവുക എന്ന് പറയുന്നത് എനിക്ക്
എൻ്റെ ഐറ്റിനറിയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ഒരു പ്ലേസിലേക്ക് പോവുക എന്ന് പറയുന്നത് എന്നോട് അത്ര താല്പര്യമില്ല. എങ്കിലും എനിക്ക് പോയതിൽ ഇഷ്ടപ്പെട്ട 1-2 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ജയ്സൽമേറിലെ ഫോർട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ലിവിങ് ഫോർട്ടാണ്. കാരണം ആ കോട്ടയിൽ ഇപ്പോഴും ആളുകൾ താമസമുണ്ട്. ബാക്കി എല്ലാ കോട്ടയും നമുക്ക് മ്യൂസിയമായിട്ടോ അല്ലെങ്കിൽ ഒരു സന്ദർശനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നും ആളുകൾ താമസിക്കുന്ന ഒരു കോട്ടയാണ് ഈ ജയ്സൽമേർ കോട്ട എന്ന് പറയുന്നത്. അപ്പം എന്താണെന്ന് അറിയില്ല, എനിക്ക് അവരുടെ ഒരു വൈബ്, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ ഉണ്ടായത്. അപ്പോൾ ജയ്സൽമേർ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ലോക്താക് ലേക്ക്, മണിപ്പൂരിലെ ലോക്താക് ലേക്ക് ഇത്രയും പ്രിയപ്പെട്ടതാവാൻ വേറൊരു കാര്യമുണ്ട്. കാരണം ഞാൻ മണിപ്പൂർ പോകുമ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മണിപ്പൂർ ബന്ദ് ഉണ്ടായിരുന്നത്. അതായത് ആ പൗരത്വ ബില്ലിൻ്റെ പേരിൽ അവിടെ ബന്ദൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരിക്കലും ലോക്താക് ലേക്കിൽ പോകാൻ പറ്റില്ല എന്ന് കരുതി ഞാൻ ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഒരു ഓട്ടോക്കാരനെ കിട്ടുന്നതും. പുള്ളി ഈ ലോക്താക് ലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബന്ദിൻ്റെ ഇടയ്ക്കും പുള്ളി വളരെ സാഹസികമായിട്ട് എന്നെ ലോക്താക് ലേക്കിൽ എത്തിക്കുകയും, പിന്നെ അതൊരു ഭയങ്കര രസമുള്ളൊരു ലേക്കാണ്. ആ ലേക്കിൽ ഇങ്ങനെ ഫുംഡി എന്ന് പറയും, ചതുപ്പ് നിലങ്ങളിങ്ങനെ ഒഴുകി നടക്കും. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ഒഴുകുന്ന ഒരു ചതുപ്പ് നിലയത്തിലാണ് ഞാൻ താമസിക്കുന്ന കുടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞാണ്. നമ്മൾ വേറൊരു ലോകത്ത് തന്നെ നിൽക്കുന്നതായിട്ട് നമുക്കത് ഫീൽ ചെയ്യുക, ചുറ്റും വെള്ളവും മഞ്ഞും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ലോക്താക് ലേക്കും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ ഭൂട്ടാനിലെ പോപ്ജിഗ എന്ന് പറഞ്ഞ വാലി, ഒരു താഴ്വര, അതും എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട് പോയതിൽ. പക്ഷെ രണ്ടാമത് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം പുതിയ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരിക്കും എനിക്ക് കൂടുതലിഷ്ടം. നാഗാലാൻഡ് നമ്മൾ അധികം അങ്ങോട്ട് ആൾക്കാർ പോയിട്ടുണ്ടാവില്ല. കേരളത്തിൽ നിന്നൊക്കെ നമ്മൾ കൂടുതൽ ഡെസ്റ്റിനേഷൻ പറയുമ്പോൾ കൂടുതൽ ഹിമാചലൊക്കെയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ പറയാറുള്ളത്. നാഗാലാൻഡ് എന്നൊരു ഡെസ്റ്റിനേഷൻ, അതിൻ്റെ പിന്നിലെ കാരണം എന്തായിരുന്നു മാഡം? ശരിക്കും നാഗാലാൻഡ് മനസ്സിൽ കയറിക്കൂടിയത് ഒരു സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. പുള്ളിക്കാരത്തി ഒരു ട്രൈബൽസിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ അവരുടെ ആ ഒരു വേഷവും അവരുടെ തുറന്ന ചിരിയും ഒക്കെ എന്തോ എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ പോയി ഈ ട്രൈബൽസിനെ കാണണം എന്നൊരാഗ്രഹം വന്നു. അപ്പോൾ അങ്ങനെ ഈ സുഹൃത്ത് തന്നെയാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവലിനെ കുറിച്ച് പറഞ്ഞത്. ഇങ്ങനൊരു ഫെസ്റ്റിവലുണ്ട്, അപ്പോൾ ആ ഫെസ്റ്റിവലിൽ ട്രൈബൽസിൻ്റെ ഫെസ്റ്റിവലാണ്, അപ്പോൾ അവരുടെ ഡാൻസും പാട്ടും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നാഗാലാൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൂടുതൽ ആൾക്കാർ ട്രൈബൽസാണ് ആ സ്റ്റേറ്റിൽ. അപ്പം അവിടുത്തെ മേജർ 16 ട്രൈബൽസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ട്രൈബൽസിൻ്റെയും കൂടെ ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് ഈ 10 ഡേ ഫെസ്റ്റിവൽ വെച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്യുന്നൊരു ഫെസ്റ്റിവൽ. അപ്പോൾ അങ്ങനെയാണ് ആ ഹോൺബിൽ ഫെസ്റ്റിവലിൽ പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ തീരുമാനിച്ചപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡിസ്കറേജ് ചെയ്തു, ആർക്കും താല്പര്യമില്ലാത്തൊരു സ്ഥലമായിട്ട് തോന്നി. അങ്ങനെയാണ് ഒറ്റയ്ക്ക് തന്നെ അത് ട്രിപ്പ് പോകാം എന്ന് തീരുമാനിച്ച് പോയത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ട്രാവലിൽ എനിക്ക് കുറേ നല്ല എക്സ്പീരിയൻസസ് കിട്ടിയ ഒരു ട്രിപ്പായിരുന്നു അത്. നല്ല എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് ഒരു മെച്യൂർ ട്രാവലർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്ത കുറേ ഇൻസിഡൻസസ് ഉണ്ടാവുകയും ശരിക്കും അവരെന്ത് നന്മയുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പറ്റിയ ഒരു ട്രിപ്പും കൂടെ ആയിരുന്നു. അപ്പോൾ നാഗാലാൻഡുകാർ പട്ടിയെ തിന്നുന്നവർ, തല വെട്ടുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഒരു ബ്രാൻഡിങ് ഉണ്ട്. പക്ഷെ എനിക്കതിലൊന്നും ആ ഒരു ബ്രാൻഡ് ശരിയായിട്ടേ തോന്നിയില്ല. കാരണം പട്ടിയെ അവർ വളരെ ചുരുക്കം പേരാണ് അത് തിന്നുന്നത്. അതും എന്തൊക്കെയോ അതിനൊരു മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ കുറച്ച് അസുഖമുള്ളവരൊക്കെയാണ്. അല്ലാതെ അവിടുത്തെ ഒരു മേജോറിറ്റി പോപ്പുലേഷൻ പട്ടിയെ കഴിക്കുന്നവരല്ല. പിന്നെ രണ്ടാമത്തത് ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരാണ്. ഞാൻ അവിടെ എത്തിച്ചേരുന്നത് ഒരു ദിവസം വൈകിട്ടാണ്. എൻ്റെ ട്രെയിൻ വൈകി. അങ്ങനെ ഒരുപാട് രാത്രിയായിട്ടാണ് ഞാൻ എത്തിയത്. എന്നിട്ട് പോലും അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേരാണ് സേഫായിട്ട് എന്നെ ഹോസ്റ്റലിൽ വരെ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തതും ഒക്കെ. അപ്പോൾ അതൊക്കെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ വെറുതെ ഇറങ്ങി ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുവാണ്. ആ വില്ലേജൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്നൊരു അമ്മുമ്മ ഒരു പേരമരത്തിൽ നിന്ന് ഒരു പേര പറിച്ചു തന്നു.
പേരയ്ക്ക പറിച്ചു തന്നു. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ ആ പേരമരത്തിൽ ആകെ ഒരു പേരയ്ക്കേ ഉള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ 10 പേരയ്ക്ക നിന്നാൽ പോലും നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് രണ്ടാമതൊന്ന് ആലോചിക്കും. ഇതങ്ങനെയൊന്നുമല്ല. ഞാൻ വെറുതെ വഴിയെ പോകുന്ന ഒരാൾ, എന്നിട്ടും ആ അമ്മൂമ്മ രാവിലെ എനിക്കത് പറിച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നിയത്. എത്രത്തോളം നന്മ അവരിലുണ്ടെന്ന് ഞാനത് റിയലൈസ് ചെയ്തു. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകളുള്ളതാണ് ഈ നാഗാലാൻഡ് ട്രിപ്പ്. ലൈഫ് ഓഫ് എ ഷെപ്പേർഡ് എന്ന പേരിൽ വിൻഡ് ഇൻ മൈ ഹെയറിൽ ഒരു ബ്ലോഗ് കാണാനിടയായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള വീഡിയോസ്, അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നറേഷൻ, ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ മാം? വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ ആട്ടിടയന്മാരുടെ അടുത്ത് എത്തുന്നത്. അതായത് കൊറോണയൊക്കെ ആ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ് ഇൻ്റർസ്റ്റേറ്റ് ബോർഡർ തുടങ്ങിയ സമയത്ത് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര ചെയ്യണം എന്നുള്ളത് ഒരു നെസസിറ്റി ആയിരുന്നു എനിക്ക്, ഒരു ബ്രേക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഹംപി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഹംപി തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം വെച്ചാൽ ഹംപി ശരിക്കും കൂടുതലും ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കാരണം നമ്മളെക്കാട്ടിലും ഹിസ്റ്ററി കുറേ കൂടെ ഇൻട്രസ്റ്റ് ഉള്ളത് ഈ ഫോറിനേഴ്സിനാണ്. അപ്പം ഈ സമയത്ത് ഇപ്പോൾ ഫോറിനേഴ്സ് അവിടെ ഇല്ല എന്നുള്ളതുകൊണ്ട് ഒരു ഡെസേർട്ടഡ് ആയിട്ടാണ് ഇപ്പോൾ ആ ടൂറിസ്റ്റ് ലൊക്കേഷൻ കിടക്കുന്നതെന്നാണ് പലരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഹംപി പോകാൻ തീരുമാനിച്ചത്. അപ്പം ഹംപിയിൽ താമസിക്കാതെ ഞാൻ കുറച്ച് ദൂരെ ഒരു 10-27 കിലോമീറ്റർ മാറി ഒരു സനാപൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലായിരുന്നു താമസിച്ചത്. എന്നും ഞാൻ രാവിലെ ഹംപിയിലേക്ക് പോവുകയും വൈകിട്ട് ഹംപിയെല്ലാം കണ്ടിട്ട് തിരിച്ചു വരികയും ചെയ്യും. ഇതായിരുന്നു എൻ്റെ ട്രാവൽ. അപ്പോൾ എന്നും പോകുമ്പം വഴിയിൽ കുറേ ആടുകളെയും മേയിച്ച് ഈ ആട്ടിടയന്മാർ പോകുന്നത് കാണാം. ഒരു 100-300 ആടുകളും കാണും, ഒരു 3-4 ആട്ടിടയന്മാരും കാണും. അപ്പോൾ എനിക്കത് ഭയങ്കര കൗതുകമായിരുന്നു. ലൈക്ക് ഇവർ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്, ഇവരുടെ കുട്ടികൾ എവിടെയാണ്, അവർ പഠിക്കുന്നുണ്ടോ, അങ്ങനെ അവരുടെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താണെന്ന് അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ലാംഗ്വേജ് ഒരു ബാരിയർ ആയതുകൊണ്ട് ഇവരോട് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവസാനത്തെ ഞാൻ തിരിച്ചു വരുന്നതിന് തലേ ദിവസമാണ് ഈ മലയാളിയായിട്ടുള്ള ഒരു ഹംപിയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പയ്യനുണ്ട്, സന്ദീപ് എന്ന് പറഞ്ഞ്. അപ്പം സന്ദീപിനോട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് സന്ദീപ് പറഞ്ഞു നമുക്ക് പോയി നോക്കാം, ഇവിടെ അടുത്തൊരു ഈ ആട്ടിടയന്മാർ താമസിക്കുന്ന ഒരു ടെൻ്റ് ഉണ്ട്, അങ്ങനെ പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു സ്ഥലത്തെത്തുന്നത്. അപ്പോൾ അവിടെ പോയി നല്ല രസമായിരുന്നു അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ആ കുട്ടികളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനും. അപ്പോൾ സന്ദീപ് വഴി ഇവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കാനും ഒക്കെ പറ്റി. അപ്പോൾ അത് പിന്നെ ഒരു എഴുത്തിനേക്കാട്ടിലും എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ വീഡിയോ ചെയ്താൽ നന്നാവും തോന്നിയിട്ടാണ് അതൊരു വീഡിയോ ആക്കി മാറ്റിയത്. വിൻഡ് ഇൻ മൈ ഹെയർ കാണുമ്പോഴാണ് ശരിക്കും സ്കൂബ ഡൈവിംഗ് ഒക്കെ കേരളത്തിലുണ്ടെന്ന് ഞാൻ ശരിക്കും അറിയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ബട്ട് അതിനകത്തേക്ക് എത്തിച്ച ആ ഒരു വഴി അതൊന്ന് പറയാമോ മാം? ഈ കടലിനടിയിലുള്ള ലോകം അത് കാണണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനും അറിഞ്ഞിട്ടുള്ളത് ഈ ലക്ഷദ്വീപ്, ആൻഡമാൻസ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാലാണ് നമുക്ക് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ പറ്റുക എന്നാണ് എൻ്റെയും അറിവുണ്ടായിരുന്നത്. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ കോവളത്ത് സ്ക്യൂബ ഡൈവിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. നമ്മൾ ലക്ഷദ്വീപിൽ പോകുന്നതിനേക്കാട്ടിലും ഒരു ഫിഷിൻ്റെ ഡൈവേഴ്സിറ്റി വളരെ കുറവാണ്. കാരണം ലക്ഷദ്വീപിൽ കുറേ കളർഫുള്ളായിട്ട് നല്ല ക്ലിയർ സീയിൽ കുറേ കളർഫുൾ ഫിഷസ് ഉണ്ടെങ്കിൽ കോവളത്ത് അത്രയും കളർഫുള്ളായിട്ടുള്ള ഫിഷസ് ഇല്ല. അതുപോലെ തന്നെ കുറച്ചുകൂടെ കലങ്ങിയ വെള്ളമാണ്. പക്ഷെ എങ്കിലും എനിക്ക് ആ എക്സ്പീരിയൻസ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം നമുക്ക് ഇനി എന്നാണ് ലക്ഷദ്വീപ് പോകാൻ പറ്റുക, എന്നാണ് ഈ സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ പറ്റുക ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അടുത്തുള്ള കോവളത്ത് പോയി കഴിഞ്ഞാൽ എന്താണതെന്ന് മനസ്സിലാക്കാൻ പറ്റും, കുറച്ച് മത്സ്യങ്ങളെ കാണാൻ പറ്റും. ആ ഒരു അതിൻ്റെ ആ ഒരു അട്രാക്റ്റീവ്നെസ്സാണ് എനിക്കതിൽ, അതാണ് എന്നെ അതിലോട്ട് അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കോവളത്ത് പോവുകയും അപ്പോൾ ആ ഒരു ഓക്സിജൻ സിലിണ്ടറൊക്കെ നമ്മുടെ പുറകിൽ തൂക്കി ഉള്ള ഒരു രസമാണ് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയൊരു എക്സ്പീരിയൻസാണ്. എന്നിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ പോയിട്ട് തന്നെ കുറേ മത്സ്യങ്ങളെയൊക്കെ കണ്ടപ്പം ആ മത്സ്യങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ മത്സ്യങ്ങളും ഇങ്ങനെ വരുന്നതൊക്കെ കാണുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു, മാഡത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മാഡം ഒരു നന്നായി ബേക്ക് ചെയ്യുന്ന ഒരാളാണ്, അതുപോലെ തന്നെ കുക്കിംഗ് ഒക്കെ വലിയ ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നി. അപ്പോൾ അത് തന്നെ ആയിരിക്കാം അല്ലേ നാഗാലാൻഡ് ക്വിസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്, അല്ലേ മാം? എനിക്ക് കുക്കിങ്ങും ബേക്കിങ്ങും ഫുഡിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നാഗാലാൻഡ് ക്വിസീൻസിൻ്റെ വീഡിയോ ചെയ്യാൻ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും നാഗാലാൻഡ് എന്ന് പറയുമ്പം പട്ടി ഇറച്ചി തിന്നുന്നവർ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്യുന്നത്. വേറൊരു ഫുഡ് ഉള്ളതായിട്ട് ആർക്കും അറിയില്ല അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുന്നു.
അപ്പോൾ അത് മാറണം എന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. കാരണം അവർക്കൊരു ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ക്യുസീൻസ് ഉള്ള ആൾക്കാരാണ് അവർ. കാരണം അവർ കൂടുതലും കാട്ടിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ കാട്ടിൽ പോലും അവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് അവർ കുറേ ക്യുസൈൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുമായിരുന്നു. ഫോർ എക്സാമ്പിൾ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള സോയ, പിന്നെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബാംബൂൻ്റെ ഷൂട്ട്, അതൊക്കെയാണ് അവരുടെ ക്യുസൈൻസിൽ വരുന്ന ഐറ്റംസ്. അപ്പോൾ അങ്ങനെ ആ ഒരു അവരുപയോഗിക്കുന്ന സാധനങ്ങളും അവരുപയോഗിക്കുന്ന അവർ കഴിക്കുന്ന സാധനങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളതിൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു 16 തരം ട്രൈബ്സ് ഒന്നിക്കുന്നതാണ്. അപ്പോൾ ഈ 16 തരം ട്രൈബ്സിനും 16 തരം ഫുഡും 16 തരം വ്യത്യസ്തമായിട്ടുള്ള ക്യുസൈൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ നാഗാലാൻഡ് ക്യുസീൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് തയ്യാറാക്കിയത്. ബാലി ട്രിപ്പിലും അതുപോലെ ഒരു പാചക ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതായിട്ട് ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിലേക്കൊക്കെ നയിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എൻ്റെ ട്രാവൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 ഫേസ് ആയിട്ട് വേണമെങ്കിൽ തിരിക്കാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഫേസും, ഒന്ന് ശരിക്കും ട്രാവലർ എന്നുള്ള ഫേസും. അപ്പോൾ ടൂറിസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഇപ്പം ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്നും എൻ്റെ മനസ്സിൽ നിന്നിട്ടില്ല. കാരണം പോയി കണ്ടു, കുറച്ച് ഫോട്ടോ എടുത്തു, തിരിച്ചു വന്നു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല അന്ന്. ആ ഒരു നിമിഷ നേരത്തെ ഒരു എൻജോയ്മെൻറ്റ് മാത്രമായിരുന്നു ഞാൻ അന്ന് എൻ്റെ യാത്രകൾ എന്ന് പറയുന്നത്. പക്ഷെ പിന്നീടാണ് ഞാൻ കുറേ കൂടെ ഡീപ്പായിട്ട് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കുന്നതും ഡീപ്പായിട്ട് അവരുടെ കൾച്ചറിലോട്ടും ഹിസ്റ്ററിയിലോട്ടും ഒക്കെ പോകുന്നതൊക്കെ. അപ്പോൾ അതാണ് ഈ 2ാമത്തെ ഫേസ്. ഇത് രണ്ടുമല്ലാത്തൊരു ഫേസിലാണ് ശരിക്കും പറഞ്ഞാൽ ബാലി നിൽക്കുന്നത്. കാരണം ബാലി ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സാധാരണ ടൂറിസ്റ്റിക് ആക്ടിവിറ്റീസൊക്കെ അന്ന് ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും പോയി കണ്ടു, എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാം തിരികെ വന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നി ഒരു ബാലി കുക്കിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. എന്തായാലും ഒരു പുതിയ നാടാണ്, പുതിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാൻ കാണും എന്നൊക്കെ വെച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. കാരണം കുക്കിംഗ് എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന നമ്മളെ ഒരു ലോക്കലാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോക്കലിൻ്റെ ഇന്ന് നമുക്ക് പല കസ്റ്റംസും ഇവരുടെ പല കാര്യങ്ങളും നമുക്ക് ആ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുക്കിംഗ് എക്സ്പീരിയൻസിനെക്കാട്ടിലും അവരുടെ കൾച്ചറിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് അന്നത്തെ ആ ഒരു ക്ലാസ്സിൽ നിന്നും കിട്ടിയത്. അന്ന് കിട്ടിയ ആ ഒരു കൾച്ചറിൻ്റെ ഒരു സ്പാർക്കാണ് പിന്നീട് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരുടെ കൾച്ചറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എനിക്കൊരു മോട്ടിവേഷനായത്. മാഡത്തിൻ്റെ ഫേസ്ബുക്കിൽ ഏറ്റവും ഭംഗിയുള്ള ഫോട്ടോ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മാഡം ട്രക്കിംഗ് കഴിഞ്ഞിട്ട് ഡിസോക്കു വാലിയിൽ ചെന്നിട്ടുള്ള ആ ഒരു ഫോട്ടോയാണെന്ന് കേട്ടോ മാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലർ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് ഒരു സ്വപ്നമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ. ആ ഡിസോക്കു വാലി ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ആ വ്ലോഗിൽ പറയാത്ത ചില എക്സ്പീരിയൻസ് ഒക്കെ കാണുമല്ലോ, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറയാമോ മാം ഞങ്ങളോടായിട്ട്? ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രക്കിംഗാണ് ഡിസോക്കുവിലെ ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഡിസോക്കു അല്ലെങ്കിൽ സൂക്കു വാലി എന്നാണ് അവിടെ അവർ പറയുന്നത്. അപ്പോൾ ഈ സൂക്കു വാലി എന്ന് പറയുന്നത് നാഗാലാൻഡിലെ ഒരു ഹൈലാൻഡ് ഏരിയയിൽ കുറേ കുന്നുകളാണ്. ഇതുപോലെ ഇൻസ്റ്റയിലായിരുന്നു എനിക്ക് എപ്പോഴോ എൻ്റെ ഫീഡിൽ വന്ന ആ ഒരു ഫോട്ടോ അങ്ങ് മനസ്സിൽ പതിയുമായിരുന്നു. അപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവലിൽ പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് വായിക്കുമ്പോഴാണ് ഈ സൂക്കു വാലി അതിൻ്റെ അടുത്താണെന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും സൂക്കു വാലി പോകണമെന്ന് പറഞ്ഞ് തന്നെ തീരുമാനിച്ചിറങ്ങി. പൊതുവേ തണുപ്പ് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ സൂക്കു വാലി ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറേ ഡ്രസ്സും ഒക്കെ വാങ്ങിയിട്ടൊക്കെയാണ് പോയത്. അവിടെ പോയി ഒറ്റയ്ക്ക് പോകാനായിട്ട് പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹോം സ്റ്റേയിലുണ്ടായിരുന്ന വേറെ 1-2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് ചേർന്നായിരുന്നു അന്ന് ആ ട്രക്കിംഗ് പോയത്. പക്ഷേ ഇത്രയും ഡ്രസ്സൊക്കെ ഉണ്ടായിട്ടും ഭയങ്കര തണുപ്പായിരുന്നു. എനിക്ക് ഒരു ചത്തുപോകുന്ന പോലെ തോന്നിയ ഒരു സമയമായിരുന്നു ഈ സൂക്കു വാലിയിൽ ചെന്ന് കഴിഞ്ഞാൽ. അത്ര തണുപ്പും ഭയങ്കര എക്സ്ട്രീമായിരുന്നു. പിന്നെ കൂടെ ആരും ഇല്ലല്ലോ. ഈ പറഞ്ഞാൽ നമ്മൾ വേറൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞാലും അവരെ ആരെയും പരിചയമില്ല. ആകെ ഈ ട്രിപ്പിന് വേണ്ടി ഒന്നിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ആകെ ഒറ്റയ്ക്ക് ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമൊക്കെ തരണം ചെയ്തൊക്കെ വന്നതാണ് ആ സൂക്കു വാലി. പിന്നെ സൂക്കു വാലിയെക്കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാലിയാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് കുന്നുകൾ എന്ന് പറയുമ്പം ഫുൾ മരവും അങ്ങനെയൊക്കെയല്ലേ. പക്ഷേ ഇതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു വെജിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാണ്, കാണാനും വ്യത്യസ്തമാണ്. ആ
ട്രക്കിങ്ങും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ തണുപ്പും അത് അതിജീവിച്ച് തിരിച്ചെത്തിയതും എല്ലാം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു ട്രാവലർ, ഒരു പേരൻറ്റ്, ഒരു വൈഫ്, അങ്ങനെ ഒരു ഹോം മേക്കർ, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ്. അതിൻ്റെ കൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡോക്ടറാണ്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പോൾ ആ ഹെക്റ്റിക് ആയിട്ടുള്ള ആ ജോബിൻ്റെയും ലൈഫ് സ്റ്റൈലിൻ്റെയും ഇടയ്ക്ക് ട്രാവലിങ്ങിനായിട്ട് ടൈം കണ്ടെത്തുക. അതിനായിട്ട് നമ്മുടെ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ മാം? മാമിൻ്റെ ആ ഫാമിലി സപ്പോർട്ടിനെ കുറിച്ചും ഫാമിലിയെക്കുറിച്ചും ഒന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കായിട്ടാണ് ജീവിക്കുന്ന ലൈഫ്. കാരണം കോളേജിലെ അധ്യാപന ജോലി, പിന്നെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ നോക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, വീട്ടിൽ കുട്ടികളെ നോക്കണം, വീട് മാനേജ് ചെയ്യണം. ഹസ്ബൻഡ് വളരെ തിരക്കുള്ള ആളായതുകൊണ്ട് തന്നെ വീട്ടിൽ സമയം ചിലവഴിക്കുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതും വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മാനേജ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്ട്രഗ്ലിംഗ് ആണ്. ഓരോ ദിവസവും അങ്ങ് തിരക്കാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതിൽ നിന്നൊരു കംപ്ലീറ്റ്ലി ഒരു ബ്രേക്ക് എടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 365 ഡേയ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 350 ദിവസവും നമ്മൾ ഈ വീടിനും നമ്മുടെ പ്രൊഫഷനും നമ്മുടെ ജോലിക്കും ഒക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും. പിന്നെ ഒരു 10-15 ദിവസം നമുക്ക് നമ്മുടേതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം. യാത്രകൾ പോകണം, ഒറ്റയ്ക്ക് പോകണം, വേറെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ സോളോ ട്രാവലും ഒക്കെ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടാണ്. ഹസ്ബൻഡാണെങ്കിലും എൻ്റെ മദറാണെങ്കിലും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം 2 കുട്ടികളുണ്ട്. അപ്പോൾ ഒരാളെ വീട്ടിൽ നിർത്തുകയും ഒരാളെ അമ്മയുടെ അടുത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് യാത്രകൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഒരു കുട്ടികളും കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഫാമിലി സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്ക് ട്രാവലിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നെപ്പോലെ തന്നെ ഇപ്പോൾ റേഡിയോ ടോക്ക് ലിസണേഴ്സിൻ്റെ മനസ്സിലും എല്ലാം ഇപ്പം മാഡത്തോട് തോന്നുന്ന ഒരു ആരാധനയോടൊപ്പം തന്നെ ആ മാഡത്തിൻ്റെ ഈ യാത്രകളുടെ പിന്നിലുള്ള അല്ലെങ്കിൽ യാത്രകളിൽ മാഡം നേരിട്ടിട്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാവും സേഫ്റ്റി, അതുപോലെ തന്നെ ബഡ്ജറ്റ്. അങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ സേഫായിട്ട് ഒരു ട്രിപ്പ് പോകാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മാഡത്തിന് തോന്നുന്നത്? മാഡത്തിൻ്റെ ആ ഒരു അഡ്വൈസ് ഞങ്ങൾക്കെല്ലാം വളരെ വളരെ ഞങ്ങൾ കീനായിട്ട് നോക്കിയിരിക്കുന്ന ഒന്നാണ്. നമ്മൾ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും അധികം നമുക്ക് കൺസേൺ തരുന്നൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി തന്നെയാണ്. എസ്പെഷ്യലി നമ്മൾ സോളോ ആയിട്ട് ലേഡീസാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് വരുന്നത്. മേജർ ഇഷ്യൂ ഇൻ ദ സെൻസ് നമുക്ക് കൺസേൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന സേഫ് ട്രാവലിന് ഏറ്റവും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒന്ന് പ്ലാനിങ്. പലപ്പോഴും നമ്മൾ കേൾക്കും പലരും സ്പോണ്ടേനിയസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നവരാണ്, പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടുന്നവരാണ്, അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനും ചിലപ്പോൾ ഒരാഴ്ച ഗ്യാപ്പിലൊക്കെ ആയിരിക്കും ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷേ ആ പുറപ്പെടുന്നതിന് മുമ്പ് വളരെയധികം ആ കിട്ടുന്ന ആ ഒരു ദിവസങ്ങളിൽ ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ്സോട് കൂടിയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ നോർത്ത് ഈസ്റ്റിലൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 o'clock ശേഷം നമുക്ക് അവിടെ ഇരുട്ടും, വണ്ടി കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അത് റിയലൈസ് ചെയ്യാതെ നമ്മൾ ട്രാവൽ ബുക്ക് ചെയ്ത് നമ്മൾ രാത്രി ഒരു 7 മണിക്ക് ചെന്ന് എത്തുവാണെങ്കിൽ നമ്മൾ ലോസ്റ്റായി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഹോം വർക്ക് ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സേഫ്റ്റിയുടെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നാട്ടിലാണെങ്കിലും രാത്രിയിൽ അധികം ഇറങ്ങി നടക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു ട്രാവലിലും ഞാനൊരു 6 o'clock ശേഷം എവിടെയും ഇറങ്ങി നടക്കാറില്ല. ട്രാവലെല്ലാം പകൽ സമയത്ത് ചെയ്ത് വൈകിട്ട് എവിടെയെങ്കിലും സേഫായിട്ട് റൂമിലെത്തുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ ഉള്ളത് റൂമിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഭയങ്കര എളുപ്പമാണ് ഒരു സ്ഥലത്ത് റൂം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് booking.com, Airbnb അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ആപ്പുകളിലെല്ലാം വിശദമായിട്ടിരുന്ന് അതിൻ്റെ റിവ്യൂസ് നോക്കി, ഓരോ റൂമിൻ്റെയും റിവ്യൂസ് നോക്കി, ആ റൂം നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ നിന്നും എത്ര ദൂരെയാണെന്നൊക്കെ മനസ്സിലാക്കി, അപ്പോൾ അങ്ങനെ ഒരു ഹോംവർക്ക് നടത്തിയിട്ടാണ് ആ റൂമെല്ലാം സാധാരണഗതിയിൽ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു സേഫ്റ്റി ആസ്പെക്റ്റിൽ ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്, കൃത്യമായിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത് സേഫായിട്ട്, അതായത് പകൽ സമയത്ത് തന്നെ ട്രാവൽ ചെയ്ത് വൈകിട്ടാകുമ്പം റൂമിലെത്തുക. പിന്നെ റൂം ബുക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇത് മൂന്നുമാണ് ഒരു സേഫ്റ്റി ആസ്പെക്റ്റിൽ കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റേഡിയോ ടോക്കിയിൽ
RJ ആമിയോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് വിൻഡ് ഇൻ മൈ ഹെയർ എന്ന ട്രാവൽ ബ്ലോഗിൻ്റെ ബ്ലോഗറായ ഡോക്ടർ മിത്ര സതീഷാണ്. ഒരു ഡോക്ടറാണ്, അതുപോലെ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടായിട്ട് കൂടി ഒരു ട്രാവൽ ബ്ലോഗ്, വളരെ മനോഹരമായ ഒരു ട്രാവൽ ബ്ലോഗ് മുന്നോട്ട് കൊണ്ടുപോകുന്ന മേഡത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ് റേഡിയോ ടോക്കിയുടെ വകയായിട്ട്. റെഡി. ഇത് റെങ്മ ട്രൈബിലെ ഒരു ചേച്ചിയാണ്. അവർക്ക് ഞാൻ അവരുടെ ഡാൻസ് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം. Sing loudly.